ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ ലാഫിംഗ് വില്ലയിലേക്ക് അവസാനമായി സലിം കുമാർ എത്തുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ നേരം ഇരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ വീട്ടിലേക്ക് അവസാനമായി അദ്ദേഹം എത്തുന്നു. 6 വർഷം എടുത്താണ് ഈ വീടിൻ്റെ പണി അദ്ദേഹം പൂർത്തിയാക്കിയത്. അത്രത്തോളം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിൽ പണി കഴിപ്പിച്ച ഒരു വീട് കൂടിയാണ് ഈ ലാഫിംഗ് വില്ല. ഏറ്റവും സമാധാനം കിട്ടുന്നത് ഈ വീട്ടിലിരിക്കുമ്പോഴാണെന്ന് പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളിലൂടെയൊക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ സലിം കുമാറിൻ്റെ വിയോഗം മലയാള സിനിമയെ സംബന്ധിച്ച് ഏറെ നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് അദ്ദേഹം അന്വർത്ഥമാക്കിയിട്ടുള്ള ഓരോ കഥാപാത്രത്തിലൂടെയാണ്. അതിപ്പോൾ വളരെ ഗൗരവമേറിയ കഥാപാത്രങ്ങളും അതോടൊപ്പം തന്നെ ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ടടുത്താണ്. അദ്ദേഹം ഏറെ സന്തോഷത്തോടെ ക്രമീകരിച്ചിരുന്ന ഉദ്യാനമാണിത്. ആ ഉദ്യാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. നല്ല മഴയാണ്, കാർമേഘം മൂടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. ഈ ഒരു സമയത്ത് നമ്മളിവിടെ നിൽക്കുമ്പോൾ 2018 ഓർമ്മ വരികയാണ്. 2018 ഈ മേഖലയിലെല്ലാം വെള്ളം കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വീടാണ് 40ഓളം പേർക്ക് അഭയമായി മാറിയത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം എത്രത്തോളം സാധാരണക്കാരനായാണ് ജീവിച്ചിരുന്നത്. ഇവിടെ അയൽപക്കത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ ഏറെ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാനാകും. പലപ്പോഴും ആലങ്കാരികമായി നമ്മൾ പലരെയും കുറിച്ച് പറയാറുണ്ട്. പക്ഷേ സലിം കുമാറിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കും. അത്രത്തോളം അദ്ദേഹത്തിന് ഏറെ സ്നേഹമുള്ള ആളുകൾ ഇവിടെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുകയാണ്. അതാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ. പക്ഷേ മതപരമായ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് മതപരമായ ചടങ്ങുകളിൽ താല്പര്യമില്ല എന്നും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അസ്ഥി നിമജ്ജനം ചെയ്യരുത് എന്നും. അതുകൊണ്ട് തന്നെ മതപരമായ ചടങ്ങുകൾ ഇവിടെ ഉണ്ടാകില്ല. ഇപ്പോൾ ടൗൺ ഹാളിൽ കണ്ടതിന് സമാനമായ രീതിയിൽ ഇവിടേക്കും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ടൗൺ ഹാളിൽ കാണാൻ സാധിക്കാത്തവരൊക്കെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇപ്പോൾ ഈ ലാഫിംഗ് വില്ല നിറയെ സലിം കുമാറിനോടുള്ള സ്നേഹം അത് അറിയിക്കാനെത്തിയ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ലാഫിംഗ് വില്ലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അതായത് ആംബുലൻസ് എത്തിയിട്ടുണ്ട് സുഹൈൽ. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് ഉടൻ തന്നെ എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടിലേക്ക്, ലാഫിംഗ് വില്ല എന്ന പേരിൽ തന്നെ ചിരിപ്പിക്കുക, ചിരിക്കാൻ വഴിയൊരുക്കുക എന്നുള്ളത് ജീവിതദൗത്യമാക്കിയ ഒരു മനുഷ്യന്റെ അവസാന യാത്ര ലാഫിംഗ് വില്ല എന്ന പേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. ആ വീട് അദ്ദേഹത്തിന് ഒരു വലിയ ഇടമായിരുന്നു. ആശ്വാസത്തിന്റെ, തമാശ പറയുന്ന, സൗഹൃദ കൂട്ടായ്മയുടെ ഇടം. ആ കൂട് അദ്ദേഹം നിർമ്മിച്ചെടുത്ത് 6 വർഷമെടുത്താണ്. അത്രത്തോളം പ്രയത്നിച്ച് സ്വപ്നതുല്യമായി അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ ചിരിവില്ലയിൽ, ലാഫിംഗ് വില്ലയിൽ അവസാനമായി ഒന്നും സംസാരിക്കാനാകാതെ, പറയാനാകാതെ, തൻ്റെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ കാണാനാകാതെ അദ്ദേഹം മടങ്ങുകയാണ്. ആ യാത്ര വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിന് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അതൊരു ദൈവമാണ്. ചിരിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ദൈവിക ശക്തിയാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന സലിം കുമാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് തന്നെ കടമെടുത്താൽ ചിരി ഒരു വികസന പ്രവർത്തനമാണ്. 2 ഇഞ്ച് ചുണ്ടിനെ 4 ഇഞ്ചാക്കി വളർത്തുന്ന വലിയ വികസന പ്രവർത്തനം. ആ ചെറുവരിയാണെങ്കിലും അതിൽ പറഞ്ഞു വെക്കുന്നത് ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്നുള്ളത് വലിയ ദൗത്യമാണ്. ഒരു മനുഷ്യനെ കരയിപ്പിക്കാൻ എളുപ്പമാണ്. ചിരിപ്പിക്കുക അത്യന്തം വിഷമകരമായ കാര്യമാണ്. പക്ഷെ അത് അനായാസം ലളിതമായ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ വലിയ കലാകാരനാണ്, അമൂല്യ കലാകാരനാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ മലയാളി ഏറെ ചിന്തിപ്പിച്ച, ഇനിയും ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ച് മടങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട സലിം കുമാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ലാഫിംഗ് വില്ല എന്ന വീട്ടിൽ ഇപ്പോൾ ശ്രീകുമാരൻ കൂടി ചേരുന്നു. ശ്രീജിത്ത്, ആ വീട് സലിം കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹൃദയസ്പർശമായ ഇടപെടലുണ്ടായ വീടാണ്. നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മാനുഷിക തലത്തിൽ വലിയ ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനാണ്. തലക്കനമില്ലാതെ അടുത്തുള്ളവരോടൊക്കെ എന്നും സൗമ്യനായി ചിരിച്ച് സംസാരിച്ച് നർമ്മം പങ്കിടുന്ന ആ മനുഷ്യൻ ഒരു കാലത്ത് ആ വീട്ടിൽ പ്രളയസമയത്ത് ഒരുപാട് പേർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ അവസാനമായി അദ്ദേഹം എത്തുന്നു. നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വലിയ ജനക്കൂട്ടം, ഈ ടൗൺ ഹാളിന് സമാനമായി വലിയ ജനക്കൂട്ടം അവിടെ ഇപ്പോഴും ഉണ്ടോ ശ്രീജിത്ത്? സുഹൈൽ, നിറഞ്ഞു റോഡ് തൊട്ടടുത്ത് രാമൻകുളങ്ങര ക്ഷേത്രമുണ്ട്. ആ റോഡാണ് ഈ റോഡ്. ഒരു ചെറിയ റോഡാണ്. കുറച്ചധികം നാട്ടുകാരായ ചില മനുഷ്യർ മാത്രം, തീർത്തും ഗ്രാമീണരായ കുറേ മനുഷ്യർ താമസിക്കുന്ന ഒരിടം. അതാണ് ഈ ലാഫിംഗ് വില്ലയുടെ പരിസരത്ത് മുഴുവനുള്ളത്. അതിന് തൊട്ടപ്പുറത്ത് സലീം കുമാറുമായി ബന്ധപ്പെട്ട കുടുംബക്കാരും ആയുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ട്. അവരാണ് ഈ മേഖലയിൽ ഉള്ളത്. ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യർക്കും ഒരു സിനിമാ വലിയൊരു എഴുത്തുകാരനാണ്.
പുറത്തേക്ക് സലീം കുമാർ ഈ നാട്ടുകാരനാണ്. അവർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഇവിടെ തന്നെ മരിച്ച ഒരാൾ അത് തന്നെയാണ് സലീം കുമാർ. അതുകൊണ്ട് അവർക്ക് ഹൃദയസ്പർശിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും. ഇപ്പോൾ നടൻ ദിലീപ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹം ഇവിടേക്ക് പുറത്തിറക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശേഷം നേരെ വീട്ടിലേക്കായിരിക്കും ആൻഡോ ജോസഫിനെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. വീടിനകത്തേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. ശേഷം അവിടെ ചില ചെറിയ ചടങ്ങുകൾ, സലീം കുമാർ കാര്യമായ രീതിയിലുള്ള ചടങ്ങുകളൊന്നും തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചില ചടങ്ങുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ആ മഹാനടൻ അവസാനമായി നിശ്ചലനായി അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആൻഡോ ജോസഫിനെയും ദിലീപിനെയും അടക്കമുള്ള പ്രമുഖരെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ പ്രമുഖരെയൊക്കെ നമുക്ക് ഈ ദൃശ്യം കാണാം. എന്തായാലും നിശ്ചലനായി സലീം കുമാർ മടങ്ങിയെത്തുകയാണ്. അവസാനമായി ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് നേരം വീടിനകത്തെ ചടങ്ങുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി എടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുപാട് പേർ ഈ നാട്ടും തീരുമാനിച്ചു. പക്ഷേ അണമുറിയാത്ത തോതിലുള്ള ഒരു ജനക്കൂട്ടം ആ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സാധാരണ മനുഷ്യരാണ്. പറവൂർ മാത്രമല്ല, കേരളത്തിൻ്റെ ഒമ്പാടുമുള്ള സാധാരണ മനുഷ്യർ ആ മേഖലയിലേക്ക് എത്തിച്ചേരുന്നൊരു കാഴ്ച, അത് ഹൃദയസ്പർശിയായ, അത് ഒരു തരത്തിലുള്ള ലിംഗഭേദവും ഇല്ലാതെ വലിപ്പ ചെറുപ്പമില്ലാതെ തുടരുക. നമ്മൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.